റെയിൽവേയുടെ അനാസ്ഥയെ തുടർന്ന് ശുചീകരണ തൊഴിലാളി മരിച്ച ആമയഞ്ചാൻ തോട്ടിലെ റെയിൽവേ ടണൽ വൃത്തിയാക്കി ഇറിഗേഷൻ വകുപ്പ് 1500 ഘനമീറ്റർ ചളിയും മാലിന്യവുമാണ് ടണലിൽ നിന്നു മാത്രം നീക്കിയത്. റെയിൽവേയുടെ അനാസ്ഥയും ഒഴിഞ്ഞുമാറലിനും തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ശുചീകരണം. നീളമുള്ള ടണൽ വൃത്തിയാക്കാൻ 63 ലക്ഷം രൂപയുടെ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒക്ടോബറിലാണ് വൃത്തിയാക്കൽ ആരംഭിച്ചത്. തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട് റെയിൽവേയെ സമീപിച്ചെങ്കിലും അനുകൂല നിലപാടുണ്ടായില്ല. പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. നഗരവെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽ നിന്നാണ് ശുചീകരണത്തിനുള്ള തുക അനുവദിച്ചത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ശുചീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ആവശ്യമായ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ആദ്യം. റെയിൽവേ അക്കാര്യത്തിൽ പൂർണ്ണമായൊരു സഹകരണം നൽകാൻ തയ്യാറായില്ല. മാത്രമല്ല, റെയിൽവേ ട്രാക്കിന് അരികിൽ കൂടെ വരുന്ന ഭാഗമാണെന്നുള്ളത് ഏവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായ പണം കണ്ടെത്തേണ്ടി വന്നു. അത് കണ്ടെത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ആശ്രയിച്ചത് നഗര വെള്ളപ്പൊക്ക ലഘൂകരണ പദ്ധതിയിൽപ്പെടുത്തി അതിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി തരികയായിരുന്നു. വെള്ളത്തിന്റെ ഒഴുക്കു തടയാൻ ടണൽ ആരംഭിക്കുന്ന റെയിൽവേ പാഴ്സൽ ഓഫീസിന് സമീപം താൽക്കാലിക അണ കെട്ടിയിരുന്നു. ടണലിൽ നിന്ന് കോരിയ മണ്ണും ചെളിയും വെള്ളം പൂർണ്ണമായി തോർന്ന ശേഷം തരംതിരിച്ചു മാറ്റും. മാലിന്യം മാറ്റാൻ കോർപ്പറേഷനും KSRTCയും സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.